ശബരിമലയിലെ യോഗ ദണ്ഡിൽ സ്വർണം പൂശിയതിലുമാണ് പുതിയ ദുരൂഹത ഉണ്ടായിരിക്കുന്നത്. ദണ്ഡിൽ സ്വർണം പൂശാൻ ഏൽപ്പിച്ചത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ മകനെയാണ് എന്നുള്ളതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. 2019 ജയകുമാർ പത്മൻ ദണ്ഡിൽ സ്വർണം പൂശി നൽകിയത്. തന്ത്രി പറഞ്ഞിട്ടാണ് സ്വർണം പൂശി നൽകിയതെന്നാണ് പത്മകുമാറിന്റെ വിശദീകരണം. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, ഈ പത്മകുമാറിന്റെ മകനെ ഇത് സ്വർണം പൂശാൻ ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? കൃത്യമായ രേഖ ഇക്കാര്യത്തിലുണ്ടോ? ഈ പത്മകുമാറിന്റെ മകനെ ഇത് ഏൽപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത് തന്ത്രിയാണ് പറയുന്നത്. ഇങ്ങനെ ഈ യോഗദണ്ഡിന് ചില പ്രശ്നങ്ങളുണ്ട്, അതിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ഇയാളോട് പറയുന്നു, പത്മകുമാറിനോട് പറയുന്നു. അപ്പോൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അതിനു വേണ്ടിയിട്ട് പുതിയ സ്പോൺസറെ ഒന്നും തേടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. തന്റെ മകനെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കാം. ജയകുമാർ പത്മനാണ്, തന്റെ മകൻ തന്നെ അത് ചെയ്യും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ സാധാരണ രീതിയിൽ ഒരു തീരുമാനം എടുത്തു, ചെയ്തു, അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. പക്ഷെ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലുള്ള നടപടിക്രമങ്ങൾ കാര്യങ്ങളുണ്ട്, അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കുകയാണ് തന്റെ മകനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സംഭവം. അത്തരം കാര്യങ്ങളെല്ലാം പാടില്ലാത്തതാണ്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് മകനെ കൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത്, പത്മകുമാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അവിടെ വെച്ച് തന്നെ ചെയ്തു, ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്തു. അത് പുറത്ത് കൊണ്ടുപോവുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സതുദ്ദേശപരമായി തന്നെയാണ് താൻ കാര്യങ്ങൾ ചെയ്തത്. അതിന്റെ മറ്റു കാര്യങ്ങളിലോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. താനും തന്റെ കുടുംബവും അതോടൊപ്പം തന്റെ മകന്റെ കുടുംബവും ഒക്കെ ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ്. അവിടെയുള്ള ആളുകളായിട്ടുള്ള അടുത്ത നല്ല ബന്ധമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം നടപടികളിലേക്ക് പോയത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സിജോ, ഇതിൽ മറ്റു വിവരങ്ങൾ ലഭ്യമാണോ? അതായത് ഈ നേരത്തെ സ്വർണ്ണപ്പാളിയുടെ വിഷയത്തിലേക്ക് ഉള്ളതുപോലെ തിരിച്ചെത്തിയപ്പോൾ സ്വർണം ചെമ്പാവുകയോ സ്വർണം കുറയുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ യോഗദണ്ഡിലും? ഇല്ല, അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ പറയുന്നില്ല. ഇത് പുറത്ത് കൊണ്ടുപോയി ചെയ്തു എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങളാണ് ആദ്യത്തിൽ സംശയം ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോയി ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അറിയുന്നത്. എന്തായാലും ഇതിന്റെ അകത്തുനിന്ന് സ്വർണം നഷ്ടപ്പെട്ടതായിട്ടോ അത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്ര ലാഘവത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം ശബരിമല ആകുമ്പോൾ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതിന്റെ ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അത് പാലിക്കേണ്ട ആളുകളാണ് അതിന് വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ആരോപണം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പക്ഷെ അത് ഉദ്യോഗസ്ഥർ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അത് ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള നിലപാടാണ് ബോർഡ് പ്രസിഡന്റ് ആദ്യം മുതൽ എടുക്കുന്നത്. താൻ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ യോഗദണ്ഡിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു തീരുമാനപ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അദ്ദേഹം പറയുന്നു, വളരെ സതുദ്ദേശത്തോടപരമായി ചെയ്തതാണ്, എന്നെ അതിനുവേണ്ടി വേറെ സ്പോൺസറെ ഒന്നും കണ്ടുപിടിക്കേണ്ടതില്ലല്ലോ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ മകനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാമെന്ന് തന്ത്രിയോട് പറയുകയും തന്ത്രിയുടെ സമ്മതത്തോടു കൂടിയാണ് അത് ചെയ്തതെന്നുള്ള ഒരു വിശദീകരണമാണ് പത്മകുമാർ നൽകുകയും ചെയ്യുന്നത്.